നമസ്കാരം, ജയപ്രഭയാണ്. ഗുരുവായൂർ ഭജന ഇരിക്കുന്ന കാര്യത്തിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. ഗുരുവായൂർ എന്നൊരു അമ്പലത്തിന്റെ പേരായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഏത് അമ്പലത്തിലായാലും, നിങ്ങളുടെ ഇഷ്ടദേവത ആയിക്കോട്ടെ, കുലദേവത ആയിക്കോട്ടെ, അതല്ല വേറെ ഏത് അമ്പലത്തിൻ്റെതായാലും എങ്ങനെയാണ് ഒരു ഭജന ഇരിക്കുക അതിനെ പറ്റിയിട്ടാണ് പറയുക. സാധാരണയായിട്ട് ഭജനയുടെ ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഭജന ഇരിക്കുന്നവരുണ്ട്, 3 ദിവസമുണ്ട്, 5 ദിവസമുണ്ട്, 9 ദിവസമുണ്ട്, 11 ദിവസമുണ്ട്, 41 ദിവസമുണ്ട്, അതുപോലെ തന്നെ 101 ദിവസം, 105 ദിവസമുണ്ട്. ഇങ്ങനെ ഈ ഒരു ക്രമത്തിലാണ് സാധാരണ ഭജന ഇരിക്കുന്നതിന്റെ സംഖ്യാക്രമങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചില ആൾക്കാർ 21 ദിവസം പറയാറുണ്ട്. പക്ഷെ 41 ഒരു മണ്ഡലകാലാണ് പ്രധാനമായിട്ടും ഒരു നല്ല പരിപൂർണ സിദ്ധിക്ക് വേണ്ടിയിട്ട് വേണ്ട ഒരു ബേസിക് സംഖ്യ എന്നാണ് പറയാം. ഒരു ദിവസമേ പറ്റുള്ളൂ വെച്ചാൽ അതായാലും മതി. അന്നത്തെ കാലം പോലെയല്ല. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളും പരിസ്ഥിതി മാറിയിട്ടുണ്ട്. ഒരു നൂറ്റാണ്ട് കാലം മുന്നത്തെ ക്രമങ്ങൾ ഇപ്പൊ ഈ ഒരു 2024 അല്ലെങ്കിൽ 2025 പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതിൻ്റെതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈശ്വരനോട് തന്നെ പറഞ്ഞിട്ട് ഏറ്റക്കുറിച്ചിലുകൾ വരുത്താം. എന്നാലും അത്യാവശ്യമുള്ള ഒന്ന് വെക്കാവുന്ന കാര്യത്തിനാണ് പറയാം. ഇപ്പൊ എൻ്റെ ഏറ്റവും അടുത്ത അമ്പലം ഗുരുവായൂരാണ്. ഞാൻ ചെറുപ്പം തൊട്ടിട്ടേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നാണ് എൻ്റെ നാവില് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം വരിക. അത് ഏത് ഭഗവാന്റെ മുന്നിലായിക്കോട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നേ വരുള്ളൂ. ഞാൻ പണ്ട് ഒരു അഡ്പോട്ടി എന്ന് പറയും സെന്റ് മേരീസ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ കോൺവെന്റിന്റെ അകത്തൊരു കുഞ്ഞ് ചാപ്പലുണ്ട്. എനിക്കൊരു 3 വയസ്സുള്ളപ്പോൾ അവിടെ എന്തോ ഒരു ശുശ്രൂഷ നടക്കുന്ന ഒരു സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. ആ സമയത്തും ഇങ്ങനെ എല്ലാവരും നിശബ്ദമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്നിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. കാരണം നാവിൽ അതേ വരുള്ളൂ. വേറെ ഈശ്വരന്മാരുടെ ഇതെന്നൊക്കെ അറിയാം, പക്ഷെ ആദ്യം ഇത് വന്നിട്ടേ ബാക്കി എനിക്ക് വരുള്ളൂ. അതിനാൽ തന്നെ ഗുരുവായൂരപ്പന്റെ ഈ ഭജനയെ പറ്റിയിട്ടാണ് പറയാം. ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഭജന എന്നുള്ള രീതിയിലല്ല, അല്ലാതെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയാണ്. 101 തവണ ഞാൻ ഗുരുവായൂർ ചുറ്റമ്പലത്തില് പ്രദക്ഷിണം വെച്ചിട്ടുണ്ട്. 101 തവണ. അത് 2 തവണയാണ് ജീവിതത്തിൽ വന്നിട്ടുള്ളത്. ഒരു സമയം 2016 പിന്നെ ഒന്ന് 2023 തുടക്കത്തില്. ഈ ഒരു സമയത്തായിരുന്നു ഞാനിത് ചെയ്തത്. അതിലൊരു പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കും പെട്ടെന്ന് തീരുന്നു, അങ്ങനെയൊന്നും തീരില്ല. രാവിലെ തുടങ്ങി ഏകദേശം അത്താഴപൂജ കഴിഞ്ഞിട്ടുണ്ട് ഒരു രാത്രി ശിവേലിയുടെ സമയം വരെ എനിക്കത് തുടരേണ്ടി വന്നു. കാരണം ഗുരുവായൂർ അറിയാലോ, നമുക്ക് നല്ല തിരക്കുണ്ടാവും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചൊരു സ്പീഡിൽ നടക്കാൻ പറ്റില്ല. പിന്നെ പ്രദക്ഷിണം എന്ന് വെച്ചാൽ ഓട്ടപ്രദക്ഷിണല്ല. പ്രദക്ഷിണത്തിന് ശരിക്കും വഴി പറയണത് ഗർഭിണിയായിട്ടൊരു സ്ത്രീയെ പൂർണ്ണ ജലം നിറഞ്ഞിട്ടുള്ള ഒരു കൂടം കയ്യിലും തലയിലും വേണ്ടിയിട്ട് ഏത് സ്പീഡിൽ നടക്കുന്നു ആ രീതിയിൽ നടക്കണം. പ്രദക്ഷിണം അത്രയും പതുക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുക. പക്ഷെ അങ്ങനെ നോക്കിയെന്ന് നമ്മുടെ എണ്ണം തീരില്ല. 101 അന്ന് തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ മിതമായിട്ടുള്ള ഒരു സ്പീഡിലാണ്, അടിപ്രദക്ഷിണല്ല, അല്ലാതെ ഞാൻ ചെയ്തത് സാധാരണ പ്രദക്ഷിണം. പക്ഷെ 101 ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു സംഖ്യ. അങ്ങനെ ചെയ്തു പോകുന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞു. രാവിലെ തുടങ്ങി. ഏകദേശം ഞാൻ രാവിലെ ഉഷപ്പൂജ കഴിഞ്ഞിട്ടാണ് തുടങ്ങി. ഉഷപ്പൂജയല്ല, പന്തീരടി പൂജ കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രദക്ഷിണം വെക്കാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് അത്രയും നേരം എടുത്തു. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്പീഡിൽ പോകാൻ പറ്റില്ല. ചിലപ്പോൾ 3 ശിവേലി ഉണ്ടാവും. അപ്പൊ പിന്നെ നട അടയ്ക്കും. പിന്നെ ഉച്ചയ്ക്ക് നട അടച്ചാൽ പിന്നെ 4-4:30 പിന്നെ അടുത്ത് കയറിയിട്ട് പിന്നെ അടുത്ത് തുടരാൻ പറ്റുള്ളൂ. ദീപാരാധന സമയത്തൊക്കെ നമുക്ക് കിഴക്കേ നടയിൽ കൂടെ കുടിമരത്തിന്റെ അത് കൂടെ ഒക്കെ ഒന്ന് ക്രോസ് ചെയ്ത് പോവാൻ നല്ല ബുദ്ധിമുട്ടാണ്. നട അടച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പട്ടിട്ട് കഴിഞ്ഞിട്ടൊക്കെ തുറക്കുന്ന സമയത്ത് നല്ല പാടാണ്. അപ്പൊ അത്രയും നേരമൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പിന്നെ ഉച്ചപൂജ സമയത്തിന് മുന്നേ പായസമൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത്താഴപൂജയ്ക്ക് മുന്നേ ഈ സാമഗ്രികളൊക്കെ കൊണ്ടുപോകുകയും തിരിച്ചു കൊണ്ടുപോകണം ഒക്കെ സമയത്ത് അത്രയും നേരം നമ്മളവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. കുറച്ചു നേരം കാല് കഴിച്ചാൽ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഇതാക്കിയത്, ഒറ്റയടിക്കുമല്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തൊരു സമയത്ത് ഭഗവാനെ അത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. പക്ഷെ ഒരു അത്ഭുതം പറയട്ടെ, ഞാൻ 2ാമത് ചെയ്ത സമയത്ത് എനിക്കൊരു ഭാരം 90 കിലോയുടെ മുകളിലുണ്ട് ഞാൻ ആ സമയത്ത്. പക്ഷെ എന്നാൽ പോലും എനിക്ക് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടില്ലാതെ അത് പൂർത്തിയാക്കാൻ പറ്റി എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, നടന്നു കഴിഞ്ഞാൽ അത്രയും ഉണ്ട്. ചുറ്റമ്പലം പ്രദക്ഷിണം വെച്ചിട്ട് വരിക എന്നുള്ളത്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നാൽ ഫസ്റ്റ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, കല്യാണത്തിന് മുന്നെയാണ്, എൻ്റെ കല്യാണത്തിന് മുന്നെയാണ്, 2016 പക്ഷെ ആ ദിവസം പിന്നെ എനിക്ക് ലാസ്റ്റൊക്കെ എത്തിയപ്പോഴേക്കും കാലിങ്ങനെ വറയ്ക്കാൻ തുടങ്ങി. അപ്പോഴും എനിക്ക് പൂർത്തിയാക്കണ വരെ വലിയ ക്ഷീണവും പ്രശ്നം തോന്നിയിട്ടില്ലെങ്കിലും പൂർത്തിയാക്കിയിട്ട് പടിഞ്ഞാറേ ഗോപുരം നട വഴി ഞാൻ പുറത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ ജനു അങ്കിൾ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയിലൊക്കെ ഉള്ള ഉണ്ടായിരുന്ന ജനു, അദ്ദേഹം വലിയ അദ്ദേഹത്തിന്റെ കടയിലാണ് സാധാരണ സാധനങ്ങളൊക്കെ കൊടുത്തേൽപ്പിക്കുക. അവിടെ എത്തി അച്ഛൻ എന്നെ കാത്തിരിക്കണം. അച്ഛൻ കൂടി വന്നിട്ടാണ് രാത്രി കയറി തൊഴുതത് ഭഗവാനെ. അങ്ങനെ ആ സമയത്ത് അച്ഛനും കൂടി ഉണ്ടായിരുന്നു. ഭഗവാനെ തൊഴുത് തിരിച്ച് അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ എൻ്റെ കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ വണ്ടി വിളിച്ചിട്ട് ഇങ്ങോട്ട് പോരുക ചെയ്തത്. പിന്നെ 1-2 ദിവസം ആ പെയിൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് രണ്ടാമത് അത് ചെയ്ത സമയത്ത് എനിക്ക് ഒരു പെയിൻ അതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഞാൻ ക്ഷീണം കുറച്ച് തോന്നിയെന്നേ ഉള്ളൂ. അത് പ്രദക്ഷിണ വെക്കുമ്പോഴൊന്നുമില്ല. 101 ചെയ്യുമ്പോൾ 95 കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഇതൊന്ന് പൂർത്തിയാക്കണമല്ലോ. അപ്പൊ പിന്നെ 101 എത്തുന്നതിന്റെ ഒരു തിരക്കുണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു എന്നുള്ള സത്യമുള്ളൂ. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ സമയം കൂടുതലെടുത്തു. രണ്ടാമത്തെ അതൊരു ഉത്സവ സമയത്തായിരുന്നു. അപ്പൊ കുറച്ച് അധികം സമയം എടുക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. അന്ന് തന്നെ എൻ്റെ അഹസ് വഴിപാടും ഉണ്ടായിരുന്നു. അപ്പൊ രാത്രി ഉണ്ണിയപ്പവും ഒക്കെ വാങ്ങിയിട്ടാണ്. ഉണ്ണിയപ്പം ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം ഗുരുവായൂരപ്പൻ്റെയാണ്. ബാക്കി വഴിപാട് അഹസ് കഴിഞ്ഞുള്ള വഴിപാടുകളൊക്കെ കഴിഞ്ഞിട്ട് അത് രാത്രിയാണ് എന്നിട്ട് സാമഗ്രികളൊക്കെ ആയിട്ട് ഞാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഭജനയുടെ കാര്യത്തിൽ വരാം. ഭജന ഇരിക്കുമ്പോൾ ഗുരുവായൂരത്തെ കാര്യം പറയാച്ചാൽ ഗുരുവായൂർ 5 പൂജകളും 3 ശിവേലികളും ഉള്ള ഒരു ഇതാണ്. അതായത് ആനപ്പുറത്ത് തന്നെ പോണ ശിവേലിയുള്ള സ്ഥലമാണ് ഗുരുവായൂരപ്പൻ്റേത്. നിർമ്മാല്യം കഴിഞ്ഞിട്ട് ശേഷം അവിടെ ഉഷപൂജ ഉണ്ട്, പന്തിരടി പൂജ ഉണ്ട്, ഉച്ചപൂജ ഉണ്ട്, ദീപാരാധനയ്ക്ക് ശേഷം അവസാനം അത്താഴ പൂജ ഉണ്ട്, ലാസ്റ്റ് തൃപ്പുക, നിർമ്മാല്യം തൊട്ടിട്ട് തൃപ്പുക വരെയുള്ള ഒരു ക്രമമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഭജന ചെയ്യാൻ താല്പര്യമുള്ളവർ രാവിലെ തൊട്ടിട്ടുള്ള 3 മണിക്ക് നട തുറക്കുന്നതിന് മുന്നേ ഉള്ള ആ സമയം തൊട്ടിട്ട് അമ്പലത്തിന്റെ ആ പരിസരത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ അമ്പലത്തിൽ ഉണ്ടാവണം. അപ്പൊ എല്ലാവരും ഓർക്കുന്ന ക്യൂ നിൽക്കാൻ 1:30 മണിയാകുമ്പോഴേക്ക് അല്ലെങ്കിൽ 2 മണിയാകുമ്പോഴേക്ക് ചെന്ന് നിൽക്കണം, എന്നാലേ കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 12 മണി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമെങ്കിലും നമ്മൾ അമ്പലത്തിന്റെ കാര്യം അല്ലെങ്കിൽ വ്രതശുദ്ധിയൊക്കെ എടുക്കുമ്പോൾ ഒരു 2 മണി അല്ലെങ്കിൽ 2:30 ശേഷം കുളിക്കുന്നതിനെയാണ് ആ ദിവസത്തെ കുളിയായിട്ട് കൂട്ടുക. അങ്ങനെയാണ് പറയാറ്. അതെന്താ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല, അങ്ങനെയാണ് പറയാറെന്ന് ഓർത്തോളൂ. ബ്രഹ്മമുഹൂർത്ത സമയത്തിന് തൊട്ട് മുന്നേ കുളിക്കുക, അതായത് ബ്രഹ്മമുഹൂർത്തം ആകുമ്പോഴേക്ക് കുളിച്ച് കഴിഞ്ഞ് വരിക എന്നുള്ളൊരു ഏർപ്പാടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു 2 മണിക്കെങ്കിലും ശേഷം മാത്രമേ കുളിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ ഓർക്കുക, അപ്പോഴേക്കും അവിടെ വരി തൈഞ്ഞ് നിൽക്കൂലോ. അപ്പോൾ എങ്ങനെ കയറി തൊഴാൻ സാധിക്കുക എന്നുള്ളത്. അപ്പം പറ്റിച്ച നിർമ്മാല്യം ദേവസ്ഥാനത്തിന്റെ അവിടെ നിന്നാണെങ്കിൽ തൊഴാൻ പറ്റിച്ച ചെയ്യുക, അല്ലെങ്കിൽ വാഗച്ചാർത്ത് കറക്റ്റ് നിർമ്മാല്യം തൊഴുതാൽ പിന്നെ വാഗച്ചാർത്ത് തൊഴാൻ പറ്റുന്നില്ല, അഭിഷേകം തൊഴാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ഒന്നൊക്കെ പറ്റുള്ളൂ. അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു രീതിയിലൊക്കെ. പക്ഷെ അപ്പോഴും തൊട്ടിട്ട് ഭഗവാനെ തൊഴ, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഭഗവാനെ തൊഴുതെല്ലാം ശേഷം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ അദ്ദേഹത്തിന്റെ അഭിഷേകങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഉഷപൂജ കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട് അവിടെ തീർത്ഥവും എണ്ണ കിട്ടും, അവിടെ തീർത്ഥം കൊടുക്കണം, അവിടെ ഭഗവാൻ ആടിയ എണ്ണ. അപ്പൊ അതും സേവിച്ചിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങാൻ. ആദ്യം ഈ തീർത്ഥം സ്വീകരിക്കണം. അതിനുശേഷം ഭഗവാന്റെ പ്രസാദം തൊട്ടതിന് ശേഷം ഗുരുവായൂർ ലക്ഷ്മി ഹാളില് രാവിലത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന പ്രസാദം മാക്സിമം കഴിക്കാൻ നോക്കുക. അമ്പലത്തിൽ നിന്ന് ചീട്ടാക്കിയ മലര് കിട്ടും, രാവിലെ മലർ നിവേദ്യത്തിന്റെ മലര് കിട്ടും, അല്ലെങ്കിൽ പഴങ്ങൾ, കദളിപ്പഴമോ അല്ലെങ്കിൽ പൂവമ്പഴമോ, അത് പഞ്ചസാര, വെണ്ണ, എന്താ കിട്ടും. ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കരുത്, അല്ലെങ്കിൽ എന്നാൽ ഹോട്ടലിൽ പോയിട്ടൊരു മസാല ദോശ കഴിക്കാം, അങ്ങനെ ഇരിക്കരുത്. അത് പറ്റില്ല കേട്ടോ. അമ്പലത്തിലത്തെ സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ രാവിലെ മുങ്ങി കുളിച്ചിട്ട് വരാൻ പറ്റിച്ച അത്ര ഇത് തന്നെ എനിക്കറിയില്ല. ഇപ്പോൾ ക്ഷേത്രക്കുളത്തിൽ അങ്ങനെ മുങ്ങി കുളിക്കാൻ രാവിലെ അനുവദിക്കുന്നൊന്നും എനിക്കറിയാത്ത കാര്യമാണ്. ഞാൻ ഇതുവരെ അവിടെ പോയി മുങ്ങി കുളിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ വീടിൻ്റെ അടുത്ത് കുന്നംകുളമായതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ കുളിച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ അമ്പലം തൊഴുക. പിന്നെ അവിടെ ഉഷപൂജ ഉണ്ടാവും, പന്തീരടി പൂജ ഉണ്ടാവും, അങ്ങനെ പല പല പൂജകൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഉച്ചപൂജ ഉണ്ടാവും, അലങ്കാരത്തിന് വേണ്ടിയിട്ട് പട്ടിടണ സമയം ഉണ്ടാവും. അങ്ങനെ ഓരോ സമയത്തും ഭഗവാനെ തൊഴാൻ നോക്കുക. നമുക്കറിയാം, അങ്ങനെ വിചാരിക്കുമ്പോൾ ഭഗത്ത് കയറി തൊഴാൻ ഗുരുവായൂർ പറ്റില്ല, നല്ല തിരക്കാണ്. അപ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്നാണെങ്കിലും തൊഴാലോ, അല്ലെങ്കിൽ ദീപസ്തംഭത്തിന്റെ അവിടെ നിന്നാണെങ്കിലും തൊഴാലോ. നിങ്ങൾ ആ പരിസരം വിട്ടിട്ട് പുറത്തേക്ക് പോകരുത്, അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭഗവാന്റെ തന്നെ നിവേദ്യം ലഭിക്കും. പ്രസാദൂട്ടിന് പങ്കുചേരുക, പ്രസാദൂട്ട് കഴിക്കുക. ഇനിയിപ്പോൾ പ്രസാദൂട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ ചീട്ടാക്കിയാൽ നമുക്ക്
ചോറ് ലഭിക്കും, ഭഗവാന്റെ പടച്ചോറ് കിട്ടും. അതാണെങ്കിൽ നെയ്തിയും വെള്ള നെയ്തിയും കിട്ടുന്നതാണ്, അത് കഴിക്കുക. അതിൽ തന്നെ വേണമെങ്കിൽ പഞ്ചാര പായസമോ അല്ലെങ്കിൽ ഭഗവാന്റെ ശർക്കര പായസം ഒക്കെ കിട്ടും. അത് ഇതാക്കുക. അല്ലെങ്കിൽ തിരുമധുരം, നല്ല ത്രിമധുരം കിട്ടും ഭഗവാന്റെ, നല്ല സ്വാദാണ്. ത്രിമധുരം ഉണ്ടാവും. അങ്ങനെ പലതും നമുക്ക് ചീട്ടാക്കാൻ പറ്റും. അഹസ് മാത്രമേ മുൻകൂട്ടി ചീട്ടാക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഉണ്ണിയപ്പം കിട്ടണമെങ്കിൽ തലേ ദിവസം ചീട്ടാക്കണം, പിറ്റേ ദിവസത്തേക്ക്. ബാക്കിയൊക്കെ അപ്പം പോയാലും കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ഹസ ചീട്ടാക്കെന്ന് വെച്ചാൽ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം അത്താഴപൂജ വരെയുള്ള അതിൻ്റെ എല്ലാ പ്രസാദവും നമുക്ക് മേടിക്കാനും സാധിക്കും. അപ്പോൾ ഓരോ സമയത്ത് അവിടെ പോയിട്ട് വാങ്ങിയാലും മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭജനും ആവും അഹസും ആവും അന്ന്. പിന്നെ അഹസിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞില്ലേ, ഇനി ബാക്കി നോക്കേണ്ടത് അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നട അടച്ചു നിർത്തുള്ളൂ. പട്ടിടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കുടിമരത്തിന്റെ അവിടെ നിന്നാലും നന്നായിട്ട് കാണുകയൊക്കെ ചെയ്യാം. കുറച്ചൊരു ഉന്തും സഹിക്കേണ്ടി വരുന്നേ ഉള്ളൂ. പിന്നെ ക്യൂ നിൽക്കാം. നിങ്ങൾക്ക് ശാരീരിക സ്ഥിതി അനുവദിക്കുക. ക്യൂ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും 3 വട്ടമൊക്കെ തൊഴുത ആൾക്കാരുണ്ട് രാവിലെ തൊട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. തിരക്കില്ലാത്ത സമയത്ത് വർക്കിംഗ് ഡേയ്സിലൊക്കെ. എന്താ അവധിയുള്ള ദിവസമാണെങ്കിൽ പിന്നെ അതൊന്നും പ്രതീക്ഷിക്കേ വേണ്ട, നല്ല നേരം ക്യൂ നിൽക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ തൊഴാം. എല്ലാ പൂജകളും തൊഴാൻ മാത്രം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ശിവേലി കഴിയും. രാവിലെ ഒരു ശിവേലി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നട തുറന്നതിന് ശേഷം ഒരു ശിവേലി ഉണ്ട്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ ദീപാരാധന വരും, അതിലും ഭഗവാനെ തൊഴുക. അതിനുശേഷം പട്ടിട്ടിട്ട് അത്താഴപൂജ ഉണ്ട്, അത്താഴപൂജയും തൊഴുക, അത്താഴപൂജ തുറന്നിട്ട് തൊഴുക. അത് കഴിഞ്ഞിട്ടും പട്ടിടും. അതിനുശേഷമാണ് പിന്നെ കുറച്ചു നേരം കൂടി ആൾക്കാർ തൊഴുതിട്ട് ശിവേലി ഉണ്ട്. പിന്നെയാണ് അവസാനത്തെ തൃപ്പുക അങ്ങനത്തെ ഒക്കെ വരിക. തൃപ്പുക സമയത്ത് നമുക്ക് അകത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരും. ഇപ്പൊ ഉച്ചയ്ക്ക് നീ നട അടിച്ചു കഴിഞ്ഞാൽ കഴിവതും അമ്പലത്തിനകത്തിരിക്കാൻ പറ്റില്ല എന്നുള്ളൂ. നിങ്ങൾക്ക് പുറത്ത് എവിടെ വെച്ചാൽ അവിടെ ഇരിക്കാൻ ഇപ്പോൾ ഒരുപാട് സൗകര്യമുണ്ട്. അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു മേൽപ്പത്തൂർ ഇപ്പോൾ ആ സമയത്ത് കയറി ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. അതിനാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ അടുത്ത് ഭഗവാൻ ഇരിക്കാൻ പറ്റുക അതിനനുസരിച്ച് നിങ്ങൾ സ്ഥലം ഉണ്ടാക്കിയിട്ട് ഇരിക്കാം. അത്ര നിവർത്തിയില്ലെങ്കിൽ റൂമിൽ പോയിട്ട് വിശ്രമിച്ചോളൂ. സാധാരണ ഭജന ഇരിക്കുന്ന ആൾക്കാർ പകൽ ഉറങ്ങാറില്ല. ഇനിയിപ്പോ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയാണ് ഏറ്റവും വലുത്. ഒരിക്കലും ഗുരുവായൂരപ്പൻ ഇത്രയും കഷ്ടപ്പെടണമെന്നൊന്നും പറയില്ല. അദ്ദേഹം നമ്മുടെ സ്വന്തം ആളാണ്. അപ്പൊ അങ്ങനെ കുറച്ചു നേരം വിശ്രമിച്ചോന്നും കുഴപ്പമൊന്നുമില്ല. ആരോഗ്യമുള്ളവര് അമ്പലത്തിന്റെ പരിസരത്ത് തന്നെ ഇരിക്കാം. കുറച്ചു നേരം ഒന്ന് കിടക്കണം. എപ്പോഴും എണീറ്റതാണ്, 2 മണിക്കൊക്കെ എണീറ്റ ആൾക്കാരല്ലേ. കുറച്ചു നേരം വിശ്രമിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. റൂമിൽ പോയി കിടന്ന് കുറച്ചു നേരം ഉറങ്ങിക്കോളൂ. പിന്നെ 4:30 നട തുറക്കുമ്പോൾ വന്നാൽ മതിയല്ലോ. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ആ സമയത്ത് സീനിയർ സിറ്റിസന്റെ ക്യൂ ഉണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇനി അതിനുശേഷം നമ്മൾ ഭഗവാനെ അവസാനത്തെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കലാണ്. ആ ഒരു വ്രതം അല്ലെങ്കിൽ അന്നത്തെ ഒരു ഭജനം പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് നിങ്ങൾ ആ ഭഗവാന്റെ നൈവേദ്യങ്ങളാണ് അന്ന് കഴിക്കേണ്ടത്. പുറമേ നിന്നുള്ള ആഹാരം കഴിക്കരുത്. അതുപോലെ തീർത്ഥം സേവിക്കുക. ഇനി അഥവാ പുറമേ നിന്ന് വേണമെങ്കിൽ വെള്ളം മാത്രം വാങ്ങി കുടിക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. കാരണം എപ്പോഴും നമുക്ക് തീർത്ഥം കുടിച്ചാൽ നമ്മുടെ ദാഹം മാറുമെന്ന് പറയാൻ വയ്ക്കില്ലല്ലോ. അത് കുറച്ചേ കിട്ടുകയുള്ളൂ. അപ്പൊ ബാക്കി ദാഹത്തിനുള്ളത് വേണമെങ്കിൽ കുറച്ച് വെള്ളം കയ്യിൽ കരുതാം എന്നല്ലാതെ ബാക്കിയല്ല. അത് വേണമെങ്കിൽ തുളസിയൊക്കെ ഇട്ട് വെച്ച് തുളസി തീർത്ഥമായിട്ട് കുടിച്ച് അത്രയും നല്ലത്. ബാക്കിയൊക്കെ കാര്യങ്ങൾ എല്ലാം അമ്പലത്തിൽ തന്നെ ചുറ്റിപ്പറ്റിയിട്ടായിക്കോട്ടെ. തൃപ്പൂക കഴിഞ്ഞാൽ പിന്നെ ഭഗവതിയുടെ അടലുണ്ടാവും. അപ്പൊ അതും കണ്ട് അതിൽ പങ്കുചേർന്നിട്ട് വേണമെങ്കിൽ കൃഷ്ണനാട്ടം കാണാൻ പറ്റും അങ്ങനെ. പക്ഷെ ഭജന ഇരിക്കണവർക്ക് അതൊന്നും പറ്റിയെന്നില്ല. കാരണം ഉറക്കം വരും. കൃഷ്ണനാട്ടത്തിൽ ഒന്നും ഇരിക്കാൻ പറ്റിയെന്നില്ല, നേരത്തെ നീക്കണതല്ലേ. ഇതാണ് ഒരു ദിവസത്തെ ഭജനത്തിന്റെ കാര്യം. അങ്ങനെ നിങ്ങൾ അടുപ്പിച്ച് ചില ആൾക്കാരൊക്കെ എനിക്കറിയാം 41 ദിവസം അടുപ്പിച്ചിട്ട് ഗുരുവായൂർ ഭജന ഇരിക്കുന്നവരെ അറിയാം. പണ്ടത്തെ കാലത്ത് ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ വീട്ടിൽ തന്നെ ചോദിച്ചു നോക്കാം, അമ്മമാരോടും അല്ലെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ. അവർക്ക് അങ്ങനെ 5 ദിവസം 7 ദിവസം പോയി കുളിച്ചു തൊഴാന്നാണ് അറിയാം. അങ്ങനെ ഭജന ഇരിക്കാൻ പോയ ആൾക്കാരുണ്ടാവും. അപ്പോൾ പിന്നീട് അവരുടെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ പിന്നീട് അവരുടെ തലമുറ നന്നായി വരുന്നത് ഇത്തരം അവരുടെ പുണ്യം കൊണ്ടാണെന്നാണ്. അവരെ ഏകാദശി നോറ്റതിൻ്റെയും അവര് ഗുരുവായൂർ പോയി ഭജന ഇരുന്നതിൻ്റെ ഒക്കെ ആണെന്നാണ് പറയാം. അപ്പോൾ ആ രീതിയിൽ പിന്നെ സ്ത്രീകൾക്ക് ഒരിക്കലും 41 ദിവസം തുടർച്ചയായിട്ട് ഭജന ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്താ വെച്ചാൽ ആ രീതിയിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഗുരുവായൂരപ്പന്റെ ഫുൾ ഉപവസിക്കുക എന്നുള്ള പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങോട്ട് ഇരിക്കുക, അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുക. ആ സമയത്ത് ഭഗവാന്റെ കാര്യം നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഭഗവാന്റെ നാരായണീയം ജപിക്കാം. അമ്പലത്തിലെ ഇരിക്കാനോ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ ചുറ്റമ്പലത്തില്. അതുപോലെ തന്നെ നാരായണീയം ജപിക്കാം, ഗീത വേണമെങ്കിൽ ജപിക്കാം, വിഷ്ണു സഹസ്രനാമം ജപിക്കാം. ഒന്നുമില്ലെങ്കിൽ ഹരേ രാമ ജപിക്കാം. അതല്ലെങ്കിൽ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഇതെല്ലാം ജപിക്കാം. ആ രീതിയിൽ നിങ്ങളുടെ ജപം ആ രീതിയിൽ നന്നായിട്ട് പോയിട്ട് നല്ല കാര്യത്തിൽ
അത് പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു മനസ്സിനെ ശരീരത്തിനെ ഒരുപോലെ ശുദ്ധിയാക്കാൻ നിൽക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തു പോയിട്ട് ഉറങ്ങിയിട്ടൊക്കെ വരുന്ന ആൾക്കാരെ തിരിച്ച് ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമേ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മലമൂത്ര വിസർജനമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമേ ഭജന ഇരിക്കുന്നവർ അമ്പലത്തിനകത്തേക്ക് പോകാൻ പാടുള്ളൂ. കാരണം ആ സമയത്ത് നമ്മൾ ഭഗവാന്റെ അത്രയും മനസ്സും ശരീരവും അർപ്പിച്ചിരിക്കുന്നവരാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ശുദ്ധി പാലിക്കുക. ഒരുവിധം പറഞ്ഞു തോന്നുന്നു. എന്തെങ്കിലും വിട്ട കാര്യം എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. എന്നെ കൊണ്ട് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല ക്ഷേത്രങ്ങളിലും ഭജന ഇരിക്കേണ്ടത്. രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ പൂജകളിലും പങ്കുചേരുക. അതുപോലെ തന്നെ പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കാതെ നെയ്തച്ചോറും എല്ലാം കഴിച്ചിട്ട് അത് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ആ പരിസരത്ത് നിൽക്കുക. പണ്ടൊക്കെ ഞാൻ കുട്ടിയായിട്ട് ഇവിടെ ഗുരുവായൂർ പോകുന്നത് മെയിനായിട്ട് ഈ പല പല ആളുകളുടെ ഈ വേഷവിധാനമൊക്കെ കാണാനാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയും അച്ഛനൊക്കെ നാമം ജപിക്കുന്നുണ്ടാവും. ഞാൻ മെയിനായിട്ട് ആളുടെ സാരി, വള, പുതിയ പുതിയ ഫാഷനിലുള്ള ഡ്രസ്സുകൾ, അതൊക്കെ ആയിരിക്കും എൻ്റെ ഒരു ശ്രദ്ധ കുട്ടിയായിരുന്നപ്പോൾ. അപ്പോൾ വലുതായിട്ടാലും അമ്പലത്തിനകത്തെങ്കിലും അതൊന്ന് മാറ്റി വെക്കും കേട്ടോ. ഭജന ഇരിക്കുന്ന ആൾക്കാർ അതിലേക്ക് അധികം ശ്രദ്ധ തൽക്കാലം പോവണ്ട. ഭജനയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ നോക്കാമല്ലോ, അവരവിടെ തന്നെ കാണുമല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിട്ട് നീങ്ങാൻ നോക്കാം. ശരി, എന്നാൽ ബൈ.